ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകലുന്ന സമയമായിരുന്നു അത്. ശലോമോൻ രാജാവ് മരിച്ചതിന് ശേഷം ഇസ്രായേൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം രാജാവായ ആഹാബ് ദേശം ഭരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവത്തെ പതുക്കെ മറന്നു തുടങ്ങി. നിരപരാധികളായ പ്രവാചകന്മാരെ ആഹാബിന്റെ ഭാര്യ ഇസബേൽ കൊന്നുകളഞ്ഞു. അങ്ങനെ ഇസ്രായേൽ ദൈവത്തിന്റെ നാമത്തെ തന്നെ മറന്നുപോയി. പകരം കല്ലുകളെയും മരങ്ങളെയും അവർ വണങ്ങി. എന്നാൽ ദൈവം ഇസ്രായേലിനെ മറന്നില്ല, ഉപേക്ഷിച്ചില്ല. ഗിലെയാദിലെ മലകൾക്കിടയിൽ ദൈവം ഒരു മനുഷ്യനെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തെ തന്നെ എന്നേക്കുമായി മാറ്റി എഴുതിയ ഒരു മനുഷ്യൻ. അവന്റെ പേരാണ് ഏലിയാവ്. അവന്റെ പേരിൽ തന്നെ ന്യായവിധിയുടെയും തീയുടെയും ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്റെ ദൈവം യഹോവ എന്നാണ് ആ പേരിന്റെ അർത്ഥം. ആകാശത്തിന്റെ വാതിൽ അടയ്ക്കാൻ കൽപ്പിച്ച, സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ, ഒരിക്കലും മരണം കാണാത്ത ഏറ്റവും ശക്തനായ പ്രവാചകനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. എന്നാൽ പ്രവാചകനായതുകൊണ്ടുണ്ടായ അവന്റെ ഭയത്തെയും സംശയത്തെയും അവൻ അനുഭവിച്ച ഒറ്റപ്പെടലിനെയും കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ഏലിയാവും ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. കാരണം അവനുണ്ടായ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് രാജാക്കന്മാരുമായിട്ടോ സൈന്യങ്ങളുമായിട്ടോ ഒന്നുമല്ല, മറിച്ച് അവനുണ്ടായിരുന്ന സംശയങ്ങൾക്കും തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഒറ്റപ്പെടലിനും ഏകാന്തതയ്ക്കും എതിരായിരുന്നു. ഒരുപാട് വർഷം ഏലിയാവ് കാട്ടിൽ മലകൾക്കിടയിൽ ആരും അറിയാതെ ജീവിച്ചിരുന്നു. അവൻ യോദ്ധാവല്ല, പുരോഹിതനോ അല്ല. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഭയങ്കര വലിയ താടിയും അവനുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ ദൈവത്തെക്കുറിച്ചുള്ള ആ എരിവിൽ ജ്വലിച്ചു. ഒരു ദിവസം ദൈവം അവന് നിയോഗം കൊടുത്തു. അങ്ങനെ അവന്റെ നിശബ്ദത അവസാനിച്ചു. ഏലിയാവ് എഴുന്നേറ്റ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അഴിമതി നിറഞ്ഞു നിന്ന ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ശമര്യയിലേക്ക് പോയി. അവിടെയായിരുന്നു ആഹാബ് രാജാവും ഇസബേലും ഉണ്ടായിരുന്നത്. ഏലിയാവ് വരുന്നത് കണ്ടപ്പോൾ കൊട്ടാരത്തിന്റെ വാതിലിൽ കാവൽ ചെയ്തിരുന്ന പട്ടാളക്കാർ മരവിച്ചു നിന്നു. എന്തോ ഒരു അദൃശ്യ ശക്തി അവരെ അനങ്ങാതെ നിർത്തിയതുപോലെ അവർക്ക് തോന്നി. ഒറ്റ മനുഷ്യൻ പോലും ഏലിയാവിനെ തടഞ്ഞില്ല. ഏലിയാവ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ രാജാവിന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് ചെന്നു. വഴിയിലുണ്ടായിരുന്ന ഒറ്റ മനുഷ്യരും അവനെ തടഞ്ഞില്ല. എല്ലാവരും ഭയന്നുപോയി. മന്ത്രിമാരും വിഗ്രഹങ്ങളും നിറഞ്ഞ ഒരു സ്ഥലത്ത് ആഹാബ് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നീ ആരാണ് എന്ന് ആഹാബ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഏലിയാവ് അവന്റെ രാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനം പറഞ്ഞു. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞോ മഴയോ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഒരു വാക്കുപോലും മിണ്ടിയില്ല. ഭയങ്കര നിശബ്ദമായിരുന്നു അവിടെ. രാജാവ് പറയുന്നത് കേൾക്കാൻ ഏലിയാവ് നിന്നില്ല. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് വന്ന വഴിയിൽ തന്നെ പോയി. ആഹാബിന് ഒരു വാക്കുപോലും പറയാൻ പറ്റിയില്ല. ഏലിയാവിനെ പിടിക്കാനോ ശപിക്കാനോ ഒന്നും തന്നെ പറഞ്ഞില്ല. അവൻ അവിടെ തന്നെ അനങ്ങാതെ നിന്നു. ശേഷം ഏലിയാവ് പറഞ്ഞതുപോലെ സംഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മേഘങ്ങൾ ഓടി മാറാൻ തുടങ്ങി. കാറ്റ് വരണ്ടുപോയി. ഏലിയാവ് പോകുന്ന സമയത്ത് ദൈവം അവനോട് പറഞ്ഞു, ഇനി ഈ സ്ഥലത്ത് നീ നിൽക്കണ്ട. കിഴക്കോട്ട് പോയി യോർദാന് കിഴക്കുള്ള കേരിത്ത് അരുവിക്കടുത്ത് ഒളിച്ചിരിക്കുക. നീ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരാനായിട്ട് ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏലിയാവ് ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു. ആ സമയത്ത് ദേശം വരണ്ടു തുടങ്ങിയെന്ന് അവന് മനസ്സിലായി. തണുത്ത കാറ്റ് പിന്നെ വീശിയില്ല. എല്ലാ ദിവസവും രാവിലെ ഇസ്രായേൽ വയലുകളെ നനച്ചിരുന്ന മഞ്ഞ് പിന്നെ വീണില്ല. ഭയങ്കരമായിട്ട് ചൂട് കയറാൻ തുടങ്ങി. ഒരു കാലത്ത് ഭയങ്കര ഫലപുഷ്ടി ഉണ്ടായിരുന്ന ആ രാജ്യം ഇപ്പോ വെള്ളമില്ലാതെ വാടിത്തുടങ്ങി. ന്യായവിധി ആരംഭിച്ചു. 3.5 വർഷം ഒരു തുള്ളി മഴ പോലും അവിടെ പെയ്തില്ല. അങ്ങനെ രാജ്യം മൊത്തം വരൾച്ചയിലാകുന്ന സമയത്ത് ഏലിയാവ് മലകൾ കടന്ന് കേരിത്ത് അരുവിക്കടുത്തെത്തി. യോർദാൻ അടുത്തുള്ള മലകൾക്കിടയിൽ ആരും തന്നെ അറിയാത്ത സ്ഥലമായിരുന്നു ഈ കേരിത്ത് അരുവി. ഒരു ചെറിയ ചാല് പോലെ ഉണങ്ങിയ പാറ, പൊടി നിറഞ്ഞ മണലിനിടയ്ക്ക് ഈ വെള്ളം ഒഴുകി. ഇതിന്റെ അടുത്ത് തന്നെ ഏലിയാവ് താമസമാക്കി. രാവിലെ സമയത്ത് കറുത്ത തൂവലുകളുള്ള പക്ഷികൾ, അതായത് കാക്ക, വായിൽ അപ്പവും ഇറച്ചിയും കൊണ്ട് അവന്റെ അടുത്തേക്ക് വരും. അത് പ്രവാചകന്റെ അടുത്ത് വന്ന് ഭക്ഷണം അവന്റെ മുമ്പിൽ വയ്ക്കും. ശേഷം പറന്നു പോകും. ആർക്കും തന്നെ ഇഷ്ടമല്ലാത്ത ജീവികളാണ് ഈ കാക്ക. എല്ലാ മനുഷ്യരും പൊതുവെ വെറുക്കുന്ന ജീവികളാണ് ഈ കാക്ക. എന്നാൽ ഒരു പ്രവാചകന് രാവിലെയും വൈകുന്നേരവും ഒരേപോലെ ഭക്ഷണം കൊടുക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ നിയോഗിച്ച ഒരു ജീവിയായിരുന്നു ഈ കാക്ക. ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഏലിയാവ് കഴിച്ചതിന് ശേഷം ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കും. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. വരൾച്ച ദേശം മുഴുവൻ വ്യാപിച്ചു. കിണറുകൾ വറ്റിപ്പോയി, വയലുകൾ തരിശുഭൂമിയായി, മൃഗങ്ങൾക്ക് ആരോഗ്യമില്ലാതായി. ഈ നാശത്തിന്റെ കാരണക്കാരനായ മനുഷ്യനെ തെരഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടി ദേഷ്യത്തോടെ ആഹാബ് തന്റെ സിംഹാസനത്തിൽ നിന്ന് കൽപ്പിച്ചു. ദേശം മൊത്തം അന്വേഷിച്ചു. എന്നിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഏലിയാവാണെങ്കിൽ കേരിത്ത് അരുവിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ക്രമേണ കാര്യങ്ങളെല്ലാം മാറുന്നത് അവൻ ശ്രദ്ധിച്ചു. ഒരു സമയത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന കല്ലുകളും പാറകളും എല്ലാം ഇപ്പോൾ വെള്ളം വറ്റിപ്പോയതുകൊണ്ട് നന്നായിട്ട് കാണാം. അത്രത്തോളം വെള്ളം വറ്റിപ്പോയി. അത് കാരണം കേരിത്ത് അരുവിയും വറ്റി. ഒരു ദിവസം രാവിലെ ഏലിയാവ് വെള്ളം കുടിക്കാനായിട്ട് വന്ന് നോക്കിയപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് ഇല്ലായിരുന്നു. ആ മണ്ണിൽ അല്പം ഈർപ്പം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കേരിത്ത് അരുവി വറ്റിപ്പോയി. പക്ഷെ ഏലിയാവ് പേടിച്ചില്ല. ദൈവത്തോട് പരാതിയും പറഞ്ഞില്ല. അവന് ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം സംസാരിക്കുന്നത് വരെ അവൻ കാത്തിരുന്നു. ശേഷം ദൈവം അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് സീദോനിലെ സാരാഫാത്തിലേക്ക് പോയി
അവിടെ താമസിക്ക്. നിന്നെ പരിപാലിക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഹോവയുടെ എല്ലാ പ്രവാചകന്മാരെയും കൊന്നുകളയണം എന്ന് പ്രതിജ്ഞയെടുത്ത് ഇസബേൽ രാജ്ഞിയുടെ ജന്മനാടായ സാരഫാത്തിലേക്ക് തന്നെ കർത്താവ് അവനെ അയക്കുമായിരുന്നു. ഇസബേലിന്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞ് ഏലിയാവ് മടിച്ചില്ല. അവൻ മേലങ്കി മുറുകെ ചുറ്റിക്കെട്ടി നടക്കാൻ തുടങ്ങി. യാത്ര കുറച്ച് പാടായിരുന്നു. വരൾച്ച അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വയൽപ്രദേശങ്ങളെയും മരങ്ങളെയും നശിപ്പിച്ചു. അവസാനം ഏലിയാവ് സീദോനിലെ സാരഫാത്തിലെത്തി ഉടൻ തന്നെ അവൻ ആ വിധവയെ കണ്ടു. നല്ല പാവപ്പെട്ട ഒരു സ്ത്രീ, ഉണങ്ങിയ വിറകുകളൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. മുഖം നല്ല ക്ഷീണിച്ചായിരുന്നു ഇരുന്നത്. കൈകൾക്ക് വലിയ ബലമില്ലായിരുന്നു. ഏലിയാവ് ഇതാണ് ആ വിധവ എന്ന് മനസ്സിലാക്കി. ഏലിയാവ് അവളുടെ അടുത്തേക്ക് വന്ന് അവൻ വളരെ ശാന്തമായിട്ട് സംസാരിച്ചു. സൂര്യന്റെ കാഠിന്യം കാരണവും മരുഭൂമിയിലെ കാറ്റും കാരണം അവൻ മുഖം മൂടിയിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തരണമേ എന്ന് പറഞ്ഞു. അത് ആരാണ് എന്നതൊന്നും അറിയില്ല. എന്നിരുന്നാലും അവൾ വെള്ളം കൊടുക്കാനായിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് തിരിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എടുത്തു വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഏലിയാവ് പറഞ്ഞു, ദയവായിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ഒരു കഷ്ണം അപ്പവും തരണമേ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ അവൾ നിന്നു. കണ്ണുകൾ താഴ്ത്തി ഭയത്തോടെ അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയാണേ, എൻ്റെ വീട്ടിൽ അപ്പമില്ല. എൻ്റെ അടുത്ത് ഒരു പാത്രത്തിൽ ഒരു പിടി മാവും ഒരു കുടത്തിൽ കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കും എൻ്റെ മകനും വേണ്ടി ഒരപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിറകെടുക്കാനായിട്ട് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ആ അവസാനത്തെ അപ്പം കഴിച്ച് ഞാനും എൻ്റെ മകനും മരിക്കാനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം വരൾച്ച ഇസ്രായേലിൽ മാത്രമല്ലായിരുന്നു എന്നതാണ്. ഇനിയും ജീവിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ അവൾക്ക് ഇല്ലായിരുന്നു. ഏലിയാവ് ഇത് കേട്ടിട്ട് വലിയ ഭാവമാറ്റമൊന്നും ഇല്ലാതെ അവളോട് പറഞ്ഞു, പേടിക്കണ്ട, വീട്ടിൽ പോയി ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ആദ്യം എനിക്ക് വേണ്ടി ഒരു ചെറിയ അപ്പം ചുട്ട് ഇവിടേക്ക് കൊണ്ടുവരണം. അതിനുശേഷം നിനക്കും നിന്റെ മകനും വേണ്ടി അപ്പം ചുട്ട് കഴിക്കുക എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം പറയുന്നു, കർത്താവ് ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന ദിവസം വരെ നിനക്ക് മാവ് തീർന്നു പോവില്ല, എണ്ണ വറ്റിപ്പോകത്തുമില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീക്ക് എന്ത് പറയണമെന്നോ അത് വിശ്വസിക്കണോ എന്നൊന്നും അറിയില്ലായിരുന്നു. അവൾക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. അവളുടെ മുമ്പിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ അപ്പം ചുട്ട് അവളും മകനും കഴിച്ച് മരിക്കണം, അല്ലെങ്കിൽ ഈ മനുഷ്യൻ പറയുന്നത് പോലെ ചെയ്തു നോക്കണം. ഈ സമയത്ത് അവളുടെ മനസ്സിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉള്ളിൽ ഞരങ്ങി. അവന് അപ്പം കൊടുത്താൽ പറഞ്ഞതുപോലെ സംഭവിക്കുവോ, അതോ എൻ്റെ അടുത്തുള്ള ആ അപ്പവും കൂടെ കയ്യിൽ നിന്ന് പോകുവോ എന്ന് ചിന്തിച്ച് വലഞ്ഞു. അവൾ എന്തായാലും ബാൽദൈവത്തിലോ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളിലോ എന്തിന് തൻ്റെ സ്വന്തം ചിന്തയെപ്പോലും വിശ്വസിക്കാൻ തയ്യാറായില്ല. അവൾ അതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പൊടി പിടിച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യന്റെ വാക്ക് കേൾക്കാൻ തീരുമാനിച്ചു. അവൾ വീട്ടിലേക്ക് പോയി തീ കത്തിച്ച് എണ്ണയൊഴിച്ച് മാവൊഴിച്ച് ഒരു അപ്പം ചുട്ടു. എന്നിട്ട് ആ കലത്തിലേക്ക് നോക്കിയപ്പോൾ അതിൽ പിന്നെയും കുറച്ച് മാവ് കൂടെ ഉണ്ടായിരുന്നു. എണ്ണ നോക്കിയപ്പോഴേക്കും അതും കുറച്ചുണ്ട്. പിന്നെയും പാത്രത്തിൽ നിന്ന് മാവെടുത്ത് അപ്പം ചുട്ടു. പിന്നെയും നോക്കിയപ്പോൾ അപ്പോഴും മാവ് അതിലുണ്ടായിരുന്നു. സത്യത്തിൽ അതവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അന്നേ ദിവസം അവർ 3 പേരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. മാത്രമല്ല അങ്ങനെ ഒരുപാട് ദിവസം അവർ ഭക്ഷണം കഴിച്ചു. മാവും എണ്ണയും തീർന്നു പോയതേയില്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം വിധവയുടെ മകന് അസുഖം വന്നു. ആദ്യം ഒരു പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ശ്വാസം എടുക്കാൻ പറ്റാതെയായി. അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടി ശ്വാസം എടുക്കാൻ പറ്റാതെ മരിച്ചു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ നിലവിളിച്ച് കരഞ്ഞു. അവളുടെ വീട്ടിൽ ജീവൻ കൊണ്ടുവന്ന അതേ മനുഷ്യനാണ് ഇപ്പോൾ ഈ മരണത്തിന് കാരണം എന്ന് അവൾ വിചാരിച്ചു. ഞാൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് നീ വന്നത് എന്ന് അവൾ കണ്ണീരോടെ അവനോട് നിലവിളിച്ചു. എൻ്റെ മകനെ കൊല്ലാൻ വേണ്ടിയാണോ നീ വന്നതെന്ന് പിന്നെയും പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞു. ഏലിയാവ് ഒന്നും പറഞ്ഞില്ല. അവൻ കുട്ടിയെ കയ്യിൽ സൂക്ഷിച്ചെടുത്ത് അവൻ താമസിച്ചിരുന്ന മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. എന്നിട്ട് സ്വർഗത്തേക്ക് നോക്കി നിലവിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഏലിയാവ് നിലവിളിച്ചു, എന്നെ ഈ വീട്ടിൽ സ്വീകരിച്ചത് കൊണ്ട് ഈ വിധവയുടെ മേൽ നീ ദുരന്തം വരുത്തുന്നുവോ എന്ന് ചോദിച്ചു. ശേഷം അവൻ ഒരു പ്രവാചകനും അതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്തു. കുട്ടിയുടെ ശരീരത്തിന് സ്വന്തം ജീവൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഏലിയാവ് 3 പ്രാവശ്യം കുട്ടിയുടെ മേൽ മലർന്നു കിടന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. കർത്താവേ, എൻ്റെ ദൈവമേ, ഈ ബാലന്റെ ജീവൻ അവനിലേക്ക് തിരികെ വരുത്തണമേ എന്ന് പറഞ്ഞു. അവസാനം ആ കുട്ടിയുടെ ഹൃദയം ചലിക്കാൻ തുടങ്ങി, ചുണ്ട് അനങ്ങിത്തുടങ്ങി, നന്നായിട്ട് ശ്വസിക്കാനും തുടങ്ങി. ഏലിയാവ് പടിയിറങ്ങി കുട്ടിയെ ജീവനോടെ അവൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. നോക്ക്, നിന്റെ മകന് ജീവനുണ്ട് എന്ന് പറഞ്ഞു. ആ നിമിഷമാണ് ആ വിധവയ്ക്കും അവളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. കണ്ണീരോടെ അവൾ പറഞ്ഞു, നീ ഒരു ദൈവപുരുഷനാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. നീ പറയുന്ന കർത്താവിന്റെ വാക്ക് സത്യമാണ് എന്ന് പറഞ്ഞു. കല്ലും തീയും കൊണ്ട് കൊത്തിയെടുത്ത ദൈവങ്ങളും ബലിപീഠങ്ങളുമുള്ള ഒരു ദേശത്ത് യഥാർത്ഥ വിശ്വാസം ഉടലെടുക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയത്തും വരൾച്ച അവസാനിച്ചിട്ടില്ല. 3 വർഷമായി ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല. കന്നുകാലികളെല്ലാം നശിച്ചു, കിണറുകളെല്ലാം വറ്റിപ്പോയി. വിളവെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഓർമ്മ മാത്രമായി മാറി. ആദ്യം വിശപ്പ് ദരിദ്രതയാണ് ബാധിച്ചത്. പക്ഷേ അധികം താമസിയാതെ തന്നെ
സമ്പന്നരും അത് അനുഭവിച്ചു. രാജ്യം മൊത്തം വരൾച്ചയിലാണ്. എന്നാലും ബാലിന് തലവണങ്ങാത്ത കുറച്ചുപേർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ചുരുക്കം ആളുകളിൽ ആഹാബ് രാജാവിന്റെ കാര്യസ്ഥനായ ഒബദ്യയും ഉണ്ടായിരുന്നു. ആഹാബ് കർത്താവായ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും പീഡിപ്പിച്ച് കൊന്നൊടുക്കിയ സമയത്ത് ഒബദ്യ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം ചെയ്തു. അവൻ 100 പ്രവാചകന്മാരെ 2 ഗുഹകളിൽ 50 പേരായി ഒളിപ്പിച്ചു. രഹസ്യമായിട്ട് ഓരോ ദിവസവും സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവർക്ക് അപ്പവും വെള്ളവും 3 വർഷത്തേക്ക് കൊടുത്തു വരുന്നുണ്ടായിരുന്നു. ഒബദ്യാവ് യഹോവയുടെ മഹാഭക്തനായിരുന്നു. രാജാവായ ആഹാബിനോട് അതവൻ മറച്ചുവെച്ചു. അങ്ങനെ രാജാവിന്റെ വിശ്വാസം നിലനിർത്തി. ഒരു ദിവസം രാവിലെ രാജാവ് ഒബദ്യയ്ക്ക് ഒരു കൽപ്പന കൊടുത്തു. നമ്മുടെ രാജ്യത്തെ ദേശം മുഴുവൻ സഞ്ചരിച്ച് എവിടെയെങ്കിലും ചെറിയ നീരുറവയോ പച്ച പുല്ലോ ഉണ്ടോ എന്ന് നോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കുതിരകളെയും കോവർ കഴുതകളെയും രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഒബദ്യാവ് നാട് നീളെ നോക്കി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളെ കണ്ടു. പൊടി നിറഞ്ഞ ആ വഴിയിൽ ആരാണ് നിൽക്കുന്നത് നോക്കിയപ്പോൾ അവന് മനസ്സിലായി അത് ഏലിയാവാണെന്ന്. ഒബദ്യ നിലത്ത് വീണ് പറഞ്ഞു, എന്റെ യജമാനനായ ഏലിയാവാണോ നീ എന്ന് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ് എന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞു. ശേഷം ഏലിയാവ് പറഞ്ഞു, പോയി നിന്റെ യജമാനനോട് പറ ഏലിയാവ് ഇവിടെയുണ്ട് എന്നുള്ളത്. ഒബദ്യ പതുക്കെ എഴുന്നേറ്റു. ഇത് കേട്ട് അവൻ ഞെട്ടിപ്പോയി. ഒബദ്യ പറഞ്ഞു, നീ എന്റെ ജീവനെ അപകടത്തിലാക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ഞാൻ പോയി നീ ഇവിടെയുണ്ടെന്ന് ആഹാബിനോട് പറയും. ഞാൻ രാജാവുമായിട്ട് വരുന്നതിന് മുമ്പ് യഹോവയുടെ ആത്മാവ് നിന്നെ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയി എന്നിരിക്കട്ടെ. ഇവിടെ വന്നിട്ട് നിന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ രാജാവ് എന്നെ കൊല്ലും. പിന്നെ ഏലിയാവിന്റെ അടുത്ത് വന്നിട്ട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, എന്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുന്നുണ്ട്. ഇസബേൽ പ്രവാചകന്മാരെ കൊല്ലാനായിട്ട് ചുറ്റി നടന്ന സമയത്ത് ഞാൻ ഒരു 100 പേരെ 2 ഗുഹകളിൽ ഒളിപ്പിച്ചു വെച്ചു. ഞാൻ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം കൊടുത്തു. ഏലിയാവെ, എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ദൈവത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നീ എന്നോട് ഇങ്ങനെ പറഞ്ഞ ആ രാജാവ് എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണേ, ഇന്ന് ഞാൻ ആഹാബിനെ കാണും എന്ന് പറഞ്ഞു. സ്വർഗം തന്നെ ഏലിയാവിന്റെ വാക്കുകൾക്ക് പിന്തുണ നൽകുന്നത് പോലെ സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ മുൻപിലാണ് താൻ നിൽക്കുന്നതെന്ന് ഒബദ്യ അവന് അറിയാമായിരുന്നു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. അവൻ നേരെ കൊട്ടാരത്തിലേക്ക് പോയി ആരും തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആ വാക്ക് പറഞ്ഞു. ഏലിയാവ് തിരിച്ചെത്തി. ആകാശം അടച്ചുപൂട്ടിയ പ്രവാചകൻ, രാജാവിനെ എല്ലാവരുടെ മുമ്പിൽ താഴ്ത്തിയവൻ, പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായവൻ അവസാനം തിരിച്ചെത്തിയിരിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ആഹാബ് തന്റെ രഥത്തിൽ കയറി ആ സ്ഥലത്തേക്ക് പോയി. ഉണങ്ങി വരേണ്ട തരിശു വയലുകളിൽ കൂടി അവൻ യാത്ര ചെയ്തു. അവസാനം അവർ കണ്ടുമുട്ടി. ആദ്യം തന്നെ ആഹാബ് സംസാരിച്ചു. ഇസ്രായേലിനെ കുഴപ്പത്തിലാക്കിയത് നീയല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ ഏലിയാവ് പറഞ്ഞു, ഇസ്രായേലിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാനല്ല, നീയും നിന്റെ പുത്രഭവനവുമാണ്. കാരണം നീ യഹോവ തന്നിട്ടുള്ള കൽപ്പനകൾ ഉപേക്ഷിച്ച് ബാലിനെ ആരാധിക്കാൻ നീ മനസ്സ് വെച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഏലിയാവ് ധൈര്യത്തോടെ വെല്ലുവിളിച്ചു, ഇപ്പോ എല്ലാ ഇസ്രായേലിനെയും കർമേൽ പർവ്വതത്തിലേക്ക് കൊണ്ടുപോവാ. ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയിൽ ഭക്ഷണം കഴിക്കുന്ന 400 അശേര പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുപോവാ. ഇന്ന് നമുക്ക് സത്യദൈവം ആരാണ് എന്ന് നോക്കാം എന്ന് പറഞ്ഞു. ആഹാബ് അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ ഏറ്റുമുട്ടി. ഈ വാർത്ത ഇസ്രായേലിൽ എല്ലായിടത്തും പെട്ടെന്ന് പരന്നു. അങ്ങനെ രാജ്യത്തിന്റെ എല്ലാ സ്ഥലത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ കർമേൽ പർവ്വതത്തിൽ വന്നു. മൂപ്പന്മാരും യുവാക്കളും പുരോഹിതന്മാരും പട്ടാളക്കാരും കർഷകരും ഇടയന്മാരും എല്ലാവരും വന്നു. എന്ത് സംഭവിക്കുമെന്ന് കാണാൻ എല്ലാവരും എത്തി. ഒരു സൈഡിൽ തിളങ്ങുന്ന വസ്ത്രമിട്ട് പുറജാതീയ ചിഹ്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ബാലിന്റെയും ആശേറിന്റെയും 1000ഓളം പ്രവാചകന്മാർ വന്നു നിന്നു. മറുവശത്ത് നേർത്ത ഒരു മേലങ്കിയിട്ട് ഏലിയാവ് ഒറ്റയ്ക്ക് നിന്നു. ഏലിയ പ്രവാചകൻ ശബ്ദമുയർത്തി വളരെ ദുഃഖത്തോടെ ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എത്ര നേരം യഹോവയെയും ബാലിനെയും ഒരേപോലെ ആരാധിക്കും? കർത്താവ് ദൈവമാണെങ്കിൽ അവനെ ആരാധിക്ക്, അല്ല ബാലാണെങ്കിൽ അവനെ ആരാധിക്കുക എന്ന് പറഞ്ഞു. നാണക്കേട് കൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ എല്ലാവരും മിണ്ടാതെ നിന്നു. പിന്നെ ഏലിയാവ് മുമ്പോട്ട് വന്ന് ഈ വെല്ലുവിളിക്ക് ചില നിയമങ്ങൾ പറഞ്ഞു. കർത്താവിന്റെ പ്രവാചകനായിട്ട് ഇവിടെ ഞാൻ മാത്രമാണുള്ളത്. പക്ഷേ ബാലിന് 450 പ്രവാചകന്മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് 2 കാളകൾ കൊണ്ടുവരിക. അതിൽ നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് അതിനെ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കുക. പക്ഷേ നിങ്ങൾ അതിൽ തീ കത്തിക്കാൻ പാടില്ല. മറ്റേ കാളയെ ഞാൻ ഒരുക്കി വിറകിന്മേൽ വയ്ക്കും, ഞാനും തീയിടില്ല. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക, ഞാനും എന്റെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. തീയാൽ ആരാണോ ഉത്തരം തരുന്നത് അതാണ് സത്യദൈവം എന്ന് പറഞ്ഞു. ബാലിന്റെ പ്രവാചകന്മാർ ആദ്യം തുടങ്ങി. അവർ അവരുടെ യാഗപീഠം ഒരുക്കി, കാളയെ വെട്ടി ഉണങ്ങിയ വിറകിന്മേൽ വെച്ചു. അതിനുശേഷം ഞെട്ടിക്കുന്ന കാഴ്ച ആരംഭിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ 450 പ്രവാചകന്മാരും അവരുടെ യാഗപീഠത്തിന് ചുറ്റും നിന്ന് അലറി നിലവിളിച്ചു, കുതിച്ചു, നൃത്തം ചെയ്ത് ബാലിനെ വിളിച്ചു. പക്ഷേ മറുപടി ഒന്നും ഉണ്ടായില്ല. ഒരു ചെറിയ അനക്കം പോലും ഉണ്ടായില്ല. ബാൽ ഒരു മറുപടിയും അവർക്ക് കൊടുത്തില്ല. അപ്പോഴേക്കും ഏകദേശം ഉച്ചയായി. ഈ ദാരുണമായ രംഗം കണ്ട ഏലിയാവ് അവരെ കളിയാക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ ശബ്ദത്തിൽ നിലവിളിക്ക്,
ബാൽ ചിലപ്പോൾ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയി കാണും. ചിലപ്പോൾ അവൻ ഉറങ്ങുമായിരിക്കും. അതുകൊണ്ട് അലറി വിളിച്ച് അവനെ ഉണർത്ത് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് അവർ ഭയങ്കര ഉച്ചത്തിൽ നിലവിളിച്ച് തന്നെത്താൻ മുറിവേൽപ്പിച്ച് അവിടെ അവരുടെ രക്തമൊഴിച്ചു നോക്കി. ആ സ്ഥലം മൊത്തം രക്തം കൊണ്ട് നിറഞ്ഞു. എന്നിട്ടും ഉത്തരവൊന്നും ഉണ്ടായില്ല. തീ ഇറങ്ങിയില്ല. ജനം തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. എല്ലാ ഇസ്രായേലിന്റെയും കൺമുന്നിൽ വെച്ച് ബാലിന് ശക്തിയില്ല എന്നുള്ള കാര്യം വ്യക്തമായി. ശേഷം ഏലിയാവിന്റെ ഊഴം. എല്ലാവരും അവന്റെ ചുറ്റിലും നിൽക്കാൻ തുടങ്ങി. ഏലിയാവ് ഒന്നും മിണ്ടാതെ ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിനും ഓരോ കല്ല് വീതം 12 കല്ലുകൾ എടുത്ത് യഹോവയുടെ തകർന്ന യാഗപീഠം പണിതു. വളരെ ശ്രദ്ധയോടെ യാഗപീഠത്തിന്മേൽ വിറകടുക്കി വെച്ചു. എന്നിട്ട് 4 പാത്രം നിറയെ വെള്ളം കൊണ്ടുവന്ന് യാഗപീഠത്തിന്മേൽ ഒഴിക്കാനായിട്ട് അവരോട് പറഞ്ഞു. 1, 2, 3 അങ്ങനെ യാഗപീഠം നന്നായിട്ട് നനച്ചു. മാത്രമല്ല ചുറ്റുമുള്ള കുഴിയിൽ വെള്ളം നിറയുന്നത് വരെ വെള്ളം ഒഴിച്ചു. അതിനുശേഷം എല്ലാവരുടെ മുമ്പിൽ വെച്ച് പ്രവാചകൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി വിളിച്ചു പറഞ്ഞു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, നീ ഇസ്രായേലിൽ ദൈവമാണെന്നും ഞാൻ നിന്റെ ദാസനാണെന്നും ഞാൻ ചെയ്തതെല്ലാം നിന്റെ കൽപ്പന പ്രകാരമാണെന്ന് അവരിന്ന് അറിയേണ്ടതിന് കർത്താവേ എനിക്ക് ഉത്തരം നൽകണമേ. അപ്പോ ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങ് മാത്രമാണ് ദൈവമെന്നും അവരുടെ ഹൃദയങ്ങളെ അങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെന്നും അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം മുഴുവൻ സ്ഥലവും നിശബ്ദമായി. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു തീ ഇറങ്ങി വന്നു. ജീവനുള്ള ഒരു തീ വന്ന് യാഗമൃഗത്തെ ദഹിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല ആ തീജ്വാല മരം, കല്ലുകൾ, വെള്ളം പോലും തൽക്ഷണം ദഹിപ്പിച്ചു കളഞ്ഞു. അവസാനം പൊടിയും ഭക്തിനിർഭയമായ നിശബ്ദതയും മാത്രം അവശേഷിച്ചു. എല്ലാവരും മുട്ടുകുത്തി സത്യദൈവത്തെ അംഗീകരിച്ചു. കർത്താവാണ് ദൈവം, കർത്താവാണ് ദൈവമെന്ന് ഭയത്തോടെ നിലവിളിച്ചു. ആ നിമിഷം യഹോവയാണ് ഉത്തരം നൽകിയത് എന്നുള്ളതിൽ ആർക്കും തന്നെ സംശയമില്ലായിരുന്നു. ഏലിയാവിന്റെ ആത്മീയ അധികാരം ഒരു സംശയമില്ലാതെ തെളിയിക്കപ്പെട്ടു. ഈ വരൾച്ച കർത്താവിനെ ഉപേക്ഷിച്ചത് കൊണ്ടുണ്ടായ അനന്തരഫലമാണ് എന്നുള്ളത് ജനക്കൂട്ടം മനസ്സിലാക്കി. കർമ്മേൽ പർവ്വതത്തിൽ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തി. ആ സമയത്ത് പ്രവാചകന്റെ നോട്ടം ബാലിന്റെ വ്യാജ പ്രവാചകന്മാരുടെ നേരെ തിരിഞ്ഞു. അവർക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. അവരെ പിടിക്കാനായിട്ട് ഏലിയാവ് കൽപ്പിച്ചു. പുരാതന കാലത്ത് ദൈവം ന്യായവിധി നടപ്പിലാക്കിയ കീശോൻ തോട്ടിന്റെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി. ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ച എല്ലാവരെയും വധിക്കാൻ കൽപ്പിച്ചു. ഇസ്രായേൽ ദേശം അവസാനം ശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങി. ഈ നിർണായക നിമിഷത്ത് ജനമെല്ലാം ഏലിയാവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏലിയാവിന് പെട്ടെന്ന് കഴിഞ്ഞ 3.5 വർഷമായിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അവൻ ആത്മാവിൽ അനുഭവിച്ചു. മഴ വരുന്നു എന്നുള്ളത്. ബാക്കിയുള്ള ആർക്കും തന്നെ അത് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പ്രവാചകൻ ആഹാബ് രാജാവിനോട് പറഞ്ഞു, രഥം പൂട്ടി യാത്ര തുടങ്ങുക, വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് മുകളിലേക്ക് നോക്കി, പക്ഷേ ഒരു മാറ്റവും അവൻ കണ്ടില്ല. എങ്കിലും അവൻ അനുസരിച്ചു. അതിനുശേഷം ഏലിയാവ് പിന്നെയും മലയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏലിയാവിന്റെ കൂടെ അവന്റെ ദാസനും ഉണ്ടായിരുന്നു. മുകളിലേക്ക് പോയി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാ എന്ന് ഏലിയാവ് ദാസനോട് പറഞ്ഞു. ദാസൻ ഓടിപ്പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞു, അവിടെ ഒന്നുമില്ല. ഏലിയാവ് പിന്നെയും ഉറച്ച ബോധ്യത്തോടെ പറഞ്ഞു, നീ പിന്നെയും പോയി നോക്ക്. ദാസൻ 2ാമതും പോയി, ഒന്നും കണ്ടില്ല. അവൻ 3ാമതും 4ാമതും പോയി. 6 തവണയും അവൻ അതേ വാക്ക് തന്നെ പറഞ്ഞു, അവിടെ ഒന്നും കാണാനില്ല, ഒരു മാറ്റവും ഇല്ല എന്ന്. പക്ഷെ ഏലിയാവ് നിർത്തിയില്ല. 7ാമത്തെ പ്രാവശ്യവും ആ ദാസനോട് പോയി നോക്കാനായിട്ട് പറഞ്ഞു. ആ ദാസൻ പോയി നോക്കിയിട്ട് പറഞ്ഞു, ഒരു മനുഷ്യന്റെ കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ മേഘം കടലിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാസന് അതൊരു വലിയ കാര്യമല്ലായിരുന്നു. പക്ഷെ ഏലിയാവിന് അത് മതിയായിരുന്നു. പ്രവാചകൻ പെട്ടെന്ന് എഴുന്നേറ്റു. മഴ രാജാവിന്റെ യാത്ര തടസ്സപ്പെടുന്നതിന് മുമ്പ് ആഹാബിനെ രഥം തയ്യാറാക്കി വേഗത്തിൽ തന്നെ യാത്ര ചെയ്യാനായിട്ട് ദാസനെ പറഞ്ഞുവിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ ചെറിയ മേഘം വലുതായി. ആകാശം പെട്ടെന്ന് കാർമേഘം കൊണ്ട് മൂടാൻ തുടങ്ങി. വലിയ കാറ്റും ആഞ്ഞടിക്കാൻ തുടങ്ങി. എല്ലാവരും അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കി നിന്നു. 3 വർഷമായിട്ട് ഈ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വരണ്ട ഭൂമിയിൽ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചെറിയ ചാറ്റൽ മഴ ഒരു പേമാരിയായി മാറി ഭൂമിയെ മുഴുവൻ നനച്ചു. ആഹാബ് പെട്ടെന്ന് രഥത്തിൽ കയറി യിസ്രയേലിലേക്ക് പോകാനായിട്ട് യാത്ര തുടങ്ങി. അപ്പോഴേക്കും കനത്ത മഴ പെയ്തു തുടങ്ങി. പെട്ടെന്ന് അസാധാരണമായ ഒരു കാര്യം സംഭവിച്ചു. യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. പ്രവാചകൻ അവന്റെ മേലങ്കി അരയിൽ മുറുക്കി കെട്ടി ഓടാൻ തുടങ്ങി. സാധാരണ ഒരു മനുഷ്യന് എത്ര സ്പീഡിൽ ഓടാൻ പറ്റും? ഏലിയാവ് അമാനുഷിക വേഗത്തിൽ ഓടാൻ തുടങ്ങി. രാജാവ് അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഏലിയാവ് കുതിരകളെക്കാൾ വേഗത്തിൽ കാറ്റവനെ കൊണ്ടുപോകുന്നത് പോലെ അവൻ ഓടി. അത് അവിശ്വസനീയമായ ശക്തിയുടെ ഒരു പ്രതിച്ഛായയായിരുന്നു. ആകാശത്തെ അടച്ച മനുഷ്യൻ ഇപ്പോൾ രാജാവിന് മുമ്പിൽ ഓടുന്നു. ഇസ്രായേലിനെ സത്യത്തിൽ ഭരിക്കുന്നത് ആരാണ് എന്നത് വ്യക്തമായി കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ആഹാബ്, ഇസബേൽ, ബാൽ എന്നിവരല്ല, മറിച്ച്
മഴയെയും കാലങ്ങളെയും നിയന്ത്രിക്കുന്ന ജീവനുള്ള ദൈവമായ യഹോവയാണ് എന്നുള്ളത് എടുത്തു കാണിക്കുന്ന ഒരു സംഭവമാണിത്. എന്നിരുന്നാലും ഈ മഴ വെറും വെള്ളം, മഴ എന്നതിനേക്കാൾ വളരെ വലുതാണ്. അതൊരു ആഴമേറിയ സത്യത്തെ എടുത്തു കാണിക്കുന്നു. ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഉത്തരം നൽകും എന്നതാണ്. ഏലിയാവ് 1-2 പ്രാവശ്യമല്ല, 6-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ പോലും അവൻ ഒന്നും കണ്ടില്ല. എന്നാൽ ഏലിയാവിന് കിട്ടിയ വാഗ്ദത്തത്തിൽ അവൻ പൂർണ്ണ വിശ്വാസത്തോടെ ഉറപ്പോടെ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം ഉത്തരം കൊടുത്തു. അങ്ങനെ വരൾച്ച അവസാനിച്ചു, ജനങ്ങൾ സന്തോഷിച്ചു. പക്ഷേ ഒരു യുദ്ധം പതുക്കെ പതുക്കെ തലപ്പൊക്കി തുടങ്ങി. ഇസ്രായേലിൽ മഴ പെയ്യിച്ചു. എന്നിട്ട് പോലും ഏലിയാവിനോട് ദേഷ്യമുണ്ടായിരുന്ന ഒരു സ്ത്രീ കൊട്ടാരത്തിൽ ആളുകളെ വിളിച്ചുകൂട്ടി. അങ്ങനെ ഏലിയാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം അവനെ തേടിയെത്തി. ഇസ്രയേലിലെ കൊട്ടാരത്തിൽ ഇസബേലിന് ആ വാർത്ത കിട്ടി. ഏലിയാവ് അവളുടെ പ്രവാചകന്മാരെ അപമാനിച്ചു, അവളുടെ പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഇപ്പോൾ എല്ലാ ആളുകളും അവൾക്കെതിരെ തിരിയാൻ തുടങ്ങി എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖഭാവം മാറി. പെട്ടെന്ന് തന്നെ അവൾ ഒരു ഭീഷണിയുമായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് ഒരു ദാസനെ അയച്ചു. അത് മരണവാർത്തയായിരുന്നു. നാളെ ഈ സമയത്തിനുള്ളിൽ എന്റെ പ്രവാചകന്മാരോട് ചെയ്തതുപോലെ നിന്നോട് ഞാൻ ചെയ്തില്ല എങ്കിൽ എന്റെ ദേവന്മാർ എന്നോട് ഇതും ഇതിനപ്പുറവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഈ വാക്ക് ഏലിയാവ് കേട്ടപ്പോൾ അവന് ഭയമുണ്ടായി. അവന്റെ ഹൃദയം വല്ലാതെ പേടികൊണ്ട് നിറഞ്ഞു. കർമേൽ പർവ്വതത്തിൽ 100 കണക്കിന് ആളുകളുടെ മുന്നിൽ ധൈര്യത്തോടെ നിന്ന് ആകാശത്ത് നിന്ന് തീ ഇറക്കിയ പ്രവാചകൻ ഇപ്പോൾ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പിന്നീട് ഒന്നും ചിന്തിക്കാതെ ദൈവം എന്താണ് പറയുന്നത് എന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ ഓടിപ്പോയി. ദൈവത്തിന് വേണ്ടിയാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും ദൈവം തന്നെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം ഒന്നുമില്ലാതെ അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഒരു ശക്തനായ സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ പ്രവാചകന്റെ അടുത്ത് നിന്ന് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണിത്. ആ സ്ത്രീയുടെ കൽപ്പന കേട്ട് ഞെട്ടി ആ സ്ഥലം വിട്ട് ഒളിച്ചോടി. ഏലിയാവ് ഭയം കാരണം ഒരു സ്ഥലത്ത് നിന്നില്ല. ആ രീതിക്ക് അവൻ ഓടിപ്പോയി. അവസാനം അവൻ മരുഭൂമിയിലെത്തി. വല്ലാതെ ക്ഷീണിച്ചു പോയി. അവിടെ ഒരു ചൂരച്ചെടി ഉണ്ടായിരുന്നു. അതിന്റെ ചെറിയ നിഴൽ കണ്ട് അതിൽ വന്നിരുന്നു. അവന് ഭയങ്കര വിഷമമായിപ്പോയി. സ്വർഗത്തിലേക്ക് നോക്കി അവൻ പറഞ്ഞു, മതി കർത്താവേ, മതി. എന്റെ ജീവൻ അങ്ങ് എടുത്തേക്ക്. ഞാൻ എന്റെ പൂർവികരെക്കാൾ ഭയങ്കര നല്ലവനൊന്നുമല്ല. മനസ്സിൽ ഭയങ്കര വിഷമവും അവൻ മൊത്തത്തിൽ തളർന്നു പോയതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. മരുഭൂമിയിൽ ഉണ്ടായിരുന്ന ചൂട് കാരണം അവന്റെ ശക്തി പോലെ തന്നെ വിശ്വാസവും ധൈര്യവും എല്ലാം ആവിയായതുപോലെ അവന് തോന്നി. ആ ചൂരച്ചെടിയുടെ തണലിൽ തന്നെ എന്നേക്കുമായി കണ്ണുകൾ അടയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു. ഇസബേലിന്റെ ഭീഷണി കാരണം മാത്രമല്ല, ഒറ്റപ്പെടൽ കാരണവും താൻ മാത്രമേ വിശ്വസ്തനായിട്ടുള്ളൂ എന്നുള്ള തോന്നലും ദൈവത്തിന്റെ മഹത്വം ശക്തമായി വെളിപ്പെട്ടിട്ടും ഒന്നും മാറിയില്ലല്ലോ എന്ന ആഴത്തിലുള്ള നിരാശയും അവനെ തകർത്ത് കളഞ്ഞു. ഈ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലും ജീവിതം ഇനി മുമ്പോട്ടില്ല എന്ന് ചിന്തിച്ച ആ സമയത്തും ദൈവം അവനെ കൈവിട്ടില്ല. പെട്ടെന്ന് ഒരു കൈ അവനെ സ്നേഹത്തോടെ സ്പർശിച്ചു. ക്ഷീണിച്ചു കിടന്ന ഏലിയാവ് പതുക്കെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു ദൂതൻ അവന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടു. ആ ദൂതൻ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക എന്ന്. ഏലിയാവ് ചുറ്റും നോക്കിയപ്പോൾ നല്ല കനലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം ശുദ്ധമായ വെള്ളവും അവൻ കണ്ടു. അവൻ അപ്പവും കഴിച്ചു, വെള്ളവും കുടിച്ചു. എന്നിരുന്നാലും അവന്റെ മനസ്സിലെ വിഷമം മാറിയില്ല. നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. അവൻ പിന്നെയും കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞ് പിന്നെയും ആ ദൂതൻ അവന്റെ അടുത്ത് വന്നു. അവനെ തൊട്ടു. അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, കാരണം നിനക്കിനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് എന്ന്. ഈ വാക്ക് കേട്ടപ്പോൾ ഏലിയാവിന് പുതുശക്തി കിട്ടിയതുപോലെ തോന്നി. നിരാശയിലായിരുന്ന പ്രവാചകൻ ഇപ്പോൾ കുറച്ചുകൂടെ ധൈര്യം കിട്ടിയതുപോലെ തോന്നി. ഏലിയാവ് യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം മോശയുടെ അടുത്ത് മുഖാമുഖം സംസാരിച്ച ആ സ്ഥലം ഏലിയാവ് പോകുന്ന വഴിയിൽ തന്നെ ആയിരുന്നു. അവിടെ വെച്ച് ദൈവം ഏലിയാവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചു. കാരണം ഏലിയാവ് മനുഷ്യനാണ്, പ്രവാചകനാണെങ്കിലും അവനും മനുഷ്യൻ തന്നെയാണ്. അവിശ്വസനീയമായ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അവനെ ഉപയോഗിച്ചു. ഒരു രക്ഷയുമില്ലാത്ത അത്ഭുതങ്ങൾക്ക് അവൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എല്ലാം ശരിയാണ്. എന്നാൽ ഇപ്പോൾ അവൻ വല്ലാത്തൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. അവന്റെ സ്വന്തം ബലഹീനത, അതായത് അവന്റെ മനുഷ്യത്വം തന്നെ. അത് കാരണം അവൻ മാനസികമായി വല്ലാതെ തളർന്ന അവസ്ഥയിലായി. ആ ചൂരച്ചെടിയുടെ ചുവട്ടിൽ വെച്ച് ദൈവം ശക്തരായ ആളുകളെ മാത്രമല്ല ഉപയോഗിക്കുന്നത് എന്ന് ഏലിയാവിന് മനസ്സിലായി. തകർന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല, അവരെ ഉയർത്തി നിർത്തും. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏലിയാവിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു ശക്തി കിട്ടി. അവൻ എഴുന്നേറ്റ് ഹോരേബിലേക്ക് യാത്ര ആരംഭിച്ചു. ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയ ശക്തി കൊണ്ട് അവൻ 40 പകലും 40 രാത്രിയും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേ പർവ്വതത്തിലെത്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം മോശയ്ക്ക് നിയമം എഴുതിയ പലക കൊടുത്ത മലയായിരുന്നു അത്. അവിടെ എത്തിയപ്പോഴേക്കും കഠിനമായ കാറ്റ് വീശാൻ തുടങ്ങി. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ ഒരു ഗുഹയിൽ കയറി. അവിടെ ആ ഗുഹയിൽ ഏകാന്തതയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവം അവനോട് നേരിട്ട് സംസാരിച്ചു. ഏലിയാവേ, നീ ഇവിടെ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു.
ഏലിയാവ് ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി തീക്ഷ്ണതയുള്ളവനായിരുന്നു. പക്ഷേ ഇസ്രായേലിയർ അങ്ങയുടെ ഉടമ്പടി ഉപേക്ഷിച്ചു, അങ്ങയുടെ യാഗപീഠങ്ങൾ ഇടിച്ചു, അങ്ങയുടെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ആകപ്പാടെ ഇപ്പം ഞാൻ മാത്രമേ ജീവനോടെ ഉള്ളൂ. ഇപ്പോൾ അവർ എന്നെയും കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് വളരെ വിഷമത്തോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് ഈ വാക്കുകൾ പറഞ്ഞത്. എന്നാൽ ദൈവം അതൊന്നും കാര്യമാക്കാതെ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പറഞ്ഞു. കാരണം യഹോവ അതുവഴി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ശക്തമായ കാറ്റടിച്ചു. അത് പാറകളെ ഉടച്ച് മുഴുവൻ പർവ്വതത്തെയും ഇളക്കി. ഏലിയാവ് ആ സമയത്ത് അടുത്തുണ്ടായിരുന്ന കൽഭിത്തികളിൽ മുറുകെ പിടിച്ചു. പക്ഷേ ആ ഉഗ്രമായ കാറ്റിൽ യഹോവ ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. അവൻ നിന്നിരുന്ന സ്ഥലം വല്ലാതെ കുലുങ്ങി. എന്നാൽ ആ ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു വലിയ തീജ്വാല പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് ആ തീയിലും ഉണ്ടായിരുന്നില്ല. പിന്നെ മുഴുവൻ നിശബ്ദമായി. ഭയങ്കര നിശബ്ദമായിരുന്നു. മൃദുവായ ഒരു സ്വരം അവൻ കേട്ടു. ഈ ശബ്ദം കേട്ടയുടനെ ഏലിയാവ് ഇട്ടിരുന്ന ആ മേലങ്കി കൊണ്ട് മുഖം മൂടി ഗുഹയിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങി ആ ഗുഹയുടെ കവാടത്തിൽ വന്നു നിന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ ശക്തമായ ശബ്ദം തന്നെയായിരുന്നു അത്. എന്നാൽ ഇപ്പോ ക്ഷീണിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹത്തോടെ ആ ശബ്ദം സംസാരിച്ചു. വളരെ ക്ഷമയോടെ ദൈവം വീണ്ടും ചോദിച്ചു, ഏലിയാവേ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന്. ഏലിയാവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും പരാതി പറഞ്ഞു. എന്നിരുന്നാലും ദൈവം അവനെ കുറ്റപ്പെടുത്തുകയോ നിരസിക്കുകയോ ചെയ്തില്ല. അതിനു പകരം അവൻ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ദൈവം പറഞ്ഞു, നീ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകണം. ഹസായേലിനെ ആരാമിന് രാജാവായി അഭിഷേകം ചെയ്യണം. യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. ഏലീശയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. പിന്നെ ദൈവം ആഴമേറിയ ഒരു കാര്യം അവന് വെളിപ്പെടുത്തി. ഏലിയാവ് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യമായിരുന്നു അത്. അതെന്താണെന്ന് പറഞ്ഞ, ഇസ്രായേലിൽ ഞാൻ 7000 പേരെ മാറ്റിവെച്ചിട്ടുണ്ട്. ബാലിന് മുന്നിൽ മുട്ടുകുത്താത്ത, അതിന്റെ വിഗ്രഹങ്ങളെ ചുംബിക്കാത്ത 7000 പേർ. ഇത് കേട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവൻ ഒറ്റയ്ക്കല്ല എന്നുള്ളത് അവൻ ഇപ്പോഴാണ് മനസ്സിലായത്. ആ സന്തോഷത്തോടെ, ആ ലക്ഷ്യത്തോടെ ഏലിയാവ് ഹോരേ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. ഒരു സമയത്ത് ചൂരച്ചെടിയുടെ ചുവട്ടിൽ മരണം കാത്തുകിടന്ന മനുഷ്യനല്ല അവനിപ്പോ. അവന്റെ ജീവിതം തീർന്നിട്ടില്ല എന്നുള്ളതും അത് ഒറ്റയ്ക്ക് തീർക്കാനുള്ളതല്ല എന്നുള്ളതും അവന് മനസ്സിലായി. ദൈവം അവന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെ അഭിഷേകം ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം അവന് നല്ല വ്യക്തതയുണ്ടായിരുന്നു. ആ പേരുകളിലൊന്ന് പ്രത്യേക ഉദ്ദേശത്തോടെ വേറിട്ട് നിന്നു. ആരാണെന്ന് പറഞ്ഞ ഷാഫാത്തിന്റെ മകനായ ഏലീഷ. അങ്ങനെ ഏലീഷ വേല ചെയ്തുകൊണ്ടിരുന്ന ആ വയൽ കണ്ടെത്തി അവന്റെ അടുത്തേക്ക് പോയി. ഏലീഷ പുരോഹിതനോ പ്രവാചകനോ അല്ല, അവൻ ഒരു കർഷകനായിരുന്നു. അവനുണ്ടായിരുന്ന 12 കാളകളെ ഉപയോഗിച്ച് അവൻ നിലം ഉഴുതുകൊണ്ടിരിക്കുമായിരുന്നു. അധ്വാനം കാരണം അവന്റെ കൈകൾ വളരെ കഠിനപ്പെട്ടതായിരുന്നു. അവന്റെ തുണി മുഴുവൻ പൊടി കൊണ്ട് നിറഞ്ഞിരുന്നു. ജോലി കാരണം നേരെ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ദൈവം അവനെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് സത്യം. ഏലിയാവ് ഒന്നും സംസാരിക്കാതെ അവന്റെ അടുത്തേക്ക് പോയി. ഏലിയാവിന്റെ മേലേക്ക് ഊരി ഏലീഷയുടെ മേൽ പുതച്ചു. ഈ ആംഗ്യം വളരെ ചെറുതാണെങ്കിലും അത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ദിവ്യ വിളിയും അവൻ്റെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കത്തിൻ്റെ വ്യക്തമായ അടയാളമായിരുന്നു അത്. ഏലീഷ പെട്ടെന്ന് നിന്നു. തൻ്റെ തോളിലിരിക്കുന്ന മേലങ്കി അവൻ കണ്ടു. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അവന് മനസ്സിലായി. ആ നിമിഷം ഇനി തൻ്റെ ജീവിതം എന്നേക്കുമായി മാറാൻ പോകുന്നു എന്നുള്ളത് അവന് മനസ്സിലായി. ഏലിയാവ് നടന്നു പോവുകയായിരുന്നു. അവൻ്റെ പുറകെ ഓടിച്ചെന്ന് ഒരു കാര്യം മാത്രം ചെയ്യാനായിട്ട് അവനോട് അനുവാദം ചോദിച്ചു. എൻ്റെ അപ്പനെയും അമ്മയെയും അവസാനമായിട്ടൊന്ന് ചുംബിച്ചിട്ട് പിന്നെ വന്ന് അനുഗമിക്കാമെന്ന് പറഞ്ഞു. വികാരമൊന്നും ഇല്ലാതെ ഏലിയാവ് മറുപടി പറഞ്ഞു, എന്നാ തിരിച്ചു പോയിക്കോ, പക്ഷേ ഞാൻ നിന്നോട് എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറഞ്ഞു. ഉടനെ ഏലീഷ വയലിലേക്ക് തിരിച്ചുപോയി. അവിടെ പോയി താമസിക്കാൻ വേണ്ടിയല്ല, അവൻ ജോലി ചെയ്തിരുന്ന കാളകളുടെ നുകം മാറ്റി അതിനെ അറുത്തു. അവൻ മാംസം പാചകം ചെയ്ത് തൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും കൊടുത്തു. അതായത് അവൻ ഇനി ഇവിടെ ഒരു ശേഷിപ്പുമില്ല. അവന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനായിട്ട് ഇനി ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. അവൻ എല്ലാം ഉപേക്ഷിച്ച് ഏലിയാവിനെ അനുഗമിക്കാൻ തുടങ്ങി. അന്നു മുതൽ ഏലീഷ ഏലിയാവിന്റെ ദാസനായി. കർമ്മേൽ പർവ്വതത്തിൽ തീയിറക്കിയതിന് വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ജനം ദൈവത്തിന്റെ മുന്നറിയിപ്പ് എല്ലാം മറന്ന് അവരുടെ ഇഷ്ടത്തിന് എല്ലാം പിന്നെയും ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന്റെ ശക്തി നേരിട്ട് കണ്ടിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ആഹാബ് പഴയതുപോലെ ഭരണം തുടർന്നു. സത്യത്തിൽ അവനല്ല, ഇസബേൽ എന്ന ക്രൂരയായ സ്ത്രീയാണ് രാജ്യത്തെ നിയന്ത്രിച്ചിരുന്നത്. ശമര്യയിൽ ഒരു രാജാവിന് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം ആഹാബിന് ഉണ്ടായിരുന്നു. കൊട്ടാരങ്ങൾ, പൂന്തോട്ടങ്ങൾ, സ്വർണം, ദാസന്മാർ, അങ്ങനെയെല്ലാം. എന്നിട്ടും ഉള്ളിന്റെ ഉള്ളിൽ എത്ര കിട്ടിയാലും മതിയാകാത്തതുപോലെ ആയിരുന്നു അവന്റെ ഹൃദയം. അവന്റെ കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് നാബോത്ത് എന്നൊരു നീതിമാനായ മനുഷ്യൻ താമസിക്കുന്നുണ്ടായിരുന്നു. അവന് സ്വന്തമായിട്ട് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു.
ഭയങ്കര വലുതോ നല്ല ആഡംബരമായിട്ടുള്ളതോ അല്ല, പക്ഷേ അത് അവന്റെ കുടുംബപരമായിട്ടുള്ള അവകാശമായിരുന്നു. അതൊരു ദിവസം കണ്ടപ്പോൾ ആഹാബിന് അതും തന്റെ പേരിലാക്കണം എന്ന് ആഗ്രഹം തോന്നി. നന്നായിട്ട് ചിരിച്ച് നാബോത്തിന്റെ അടുത്തേക്ക് പോയി അവനോട് പറഞ്ഞു, ഈ നിലം എനിക്ക് താ, പകരം പണമോ അല്ലെങ്കിൽ ഇതിലും നന്നായിട്ടുള്ള മുന്തിരിത്തോപ്പോ നിനക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ നാബോത്തിന് വേറെ ഒന്നും വേണ്ടായിരുന്നു. എന്റെ അപ്പൻ അപ്പൂപ്പൻ കാലം മുതലുള്ള ഈ അവകാശം ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് കർത്താവ് വിലക്കട്ടെ എന്ന് പറഞ്ഞു. തല്ലി ഓടിച്ച ഒരു കുഞ്ഞിനെ പോലെ ആഹാബ് അവന്റെ കൊട്ടാരത്തിലേക്ക് വിഷമത്തോടെ പോയി. അവൻ കട്ടിലിൽ കിടന്ന് മുഖം ചുമരിലേക്ക് തിരിച്ച് ഭക്ഷണം ഒന്നും കഴിച്ചില്ല. ആ നിലം കിട്ടാത്തത് കൊണ്ട് അവൻ നന്നായിട്ട് മനസ്സുകൊണ്ട് വിഷമിച്ചു. രാജാവ് ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ഇസബേൽ പുച്ഛത്തോടെ ചോദിച്ചു, നീ ഇസ്രായേലിന്റെ രാജാവ് തന്നെയാണോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്ക്, സന്തോഷിച്ചിരിക്കുക. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് അവൾ പറഞ്ഞു. അവൾ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരു പക്ക പ്ലാൻ സെറ്റാക്കി. അവൾ രാജാവിന്റെ പേരിൽ ഒരു കത്തെഴുതി അവന്റെ രാജമുദ്ര കൊണ്ട് മുദ്രയിട്ടു. എന്താണ് ആ പ്ലാൻ എന്ന് ചോദിച്ചാൽ, ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. നാബോത്തിനെ ഒരു പ്രധാന സ്ഥാനത്ത് ഇരുത്തി. എന്നിട്ട് അവന്റെ തൊട്ടടുത്ത് 2 ദുഷ്ടന്മാരെയും ഇരുത്തി. ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ശപിച്ചു എന്ന് കള്ളസാക്ഷ്യം പറയിച്ചു. ഇങ്ങനെ ദൈവത്തിനെതിരെയും രാജാവിനെതിരെയും എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ വിചാരണ ഒന്നും ഉണ്ടാകത്തില്ല, അവരെ അപ്പൊ തന്നെ കൊല്ലും. അങ്ങനെ നാബോത്തിനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. അവൻ ആകപ്പാടെ ചെയ്ത് തെറ്റെന്താണെന്ന് പറഞ്ഞ അവന്റെ സ്ഥലം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയുള്ളൂ. പക്ഷേ ചതിച്ച് അവനെ കൊന്നുകളഞ്ഞു. ഇസബേൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് പോയി ആ മുന്തിരിത്തോട്ടം എടുത്തോ. നാബോത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് ആഹാബിനോട് പറഞ്ഞു. കിട്ടാത്ത സാധനം കിട്ടിയ കുട്ടികളെ പോലെ സന്തോഷത്തോടെ ആഹാബ് ആ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. ആ മുന്തിരിത്തോട്ടത്തിൽ നടക്കുന്ന സമയത്ത് ഏലിയാബ് അവിടെ വന്നു. അവന്റെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. രാജാവ് അവനെ കണ്ട് ഞെട്ടിപ്പോയി. എന്റെ ശത്രുവേ, ഞാൻ ഇവിടെയാണ് ഉള്ളതെന്ന് നീ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചു. ഏലിയാവ് മറുപടി പറഞ്ഞു, അതെ, ഞാൻ നിന്നെ കണ്ടെത്തി. കാരണം നീ യഹോവയുടെ ദൃഷ്ടിയിൽ തിന്മ ചെയ്യാൻ നിന്നെ തന്നെ വിറ്റുകളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഏലിയാവ് ഒരു ന്യായവിധി പ്രഖ്യാപിച്ചു. യഹോവ ഇപ്രകാരം പറയുന്നു, നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ അതേ സ്ഥലത്ത് നായ്ക്കൾ നിന്റെ രക്തവും നക്കും. ഞാൻ യൊരോബെയാമിനോട് ചെയ്തതുപോലെ തന്നെ നിന്റെ മേലും അനർത്ഥം വരുത്തും. നിന്റെ സന്തതികളെ തുടച്ചു നീക്കും. നിന്റെ സന്തതി ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. നിന്റെ ഭാര്യ ഇസബലിനെ യിസ്രയേലിന്റെ മതിലിന്റെ അടുത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും. നഗരത്തിൽ വെച്ച് നിന്റെ കുടുംബത്തിൽ മരിക്കുന്ന എല്ലാവരെയും നായ്ക്കൾ തിന്നും. ഇനി നഗരത്തിന് പുറത്തു വെച്ചാണ് മരിക്കുന്നതെങ്കിൽ ആകാശത്തിലെ പക്ഷികൾ തിന്നുകളയുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ആഹാബിന്റെ മുഖം വളരിപ്പോയി. ഇത്തവണയും ആഹാബ് നിലവിളിക്കുകയോ ശപിക്കുകയോ ഒന്നും ചെയ്തില്ല. തന്റെ പടയാളികളെ വിളിച്ചതുമില്ല. അവൻ വസ്ത്രം കീറി രട്ടുടുത്ത് ഉപവസിക്കാൻ തുടങ്ങി. ഭക്ഷണം ഒട്ടും കഴിച്ചില്ല. അവൻ ആരോടും ഒന്നും മിണ്ടാതെ ചാക്കുശീലയിൽ കിടന്നുറങ്ങി. അവൻ സ്വർഗത്തിലേക്ക് നോക്കാതെ കണ്ണീരോടെ തലകുനിച്ച് പതുക്കെ നടന്നു. ദൈവം ഇത് കണ്ടു. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ആഹാബ് എന്റെ മുമ്പിൽ തന്നെ താഴ്ത്തിയത് നീ കണ്ടോ? ഞാൻ അവന്റെ ജീവകാലത്ത് ഒരു ദുരന്തവും വരുത്തത്തില്ല. എന്നാ അവന്റെ മകന്റെ കാലത്ത് ഈ അനർത്ഥം അവന്റെ സന്തതിമേൽ വരുത്തും എന്ന് പറഞ്ഞു. ആഹാബിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ ദേശത്ത് അവൻ നടത്തിയ വിഗ്രഹാരാധനയ്ക്കും ദുഷ്ടതയ്ക്കും അവൻ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന്. എന്നാൽ വർഷങ്ങൾ കടന്നുപോയി. ദൈവം പറഞ്ഞ ആ ന്യായവിധി ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് ദൈവം മറന്നുപോയി കാണുമെന്ന് ആഹാബ് വിചാരിച്ചു. പക്ഷേ അയാൾക്ക് തെറ്റി. അരാം രാജാവിന്റെ നിയന്ത്രണത്തിലുള്ള ഗിലെയാദിലെ രാമോത്ത് എന്ന നഗരം തിരിച്ചുപിടിക്കാൻ വേണ്ടി അവൻ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഈ യുദ്ധം ചെയ്താൽ താൻ തീർച്ചയായിട്ടും മരിക്കുമെന്ന് മീഖയാവ് പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആഹാബ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നിന്നില്ല. ഈ ന്യായവിധിയെ മാറ്റാൻ കഴിയുമെന്ന് വിചാരിച്ച് രാജാവ് ഒരു പട്ടാളക്കാരന്റെ വേഷം മാറി യുദ്ധത്തിന് പോയി. യുദ്ധത്തിന്റെ സമയത്ത് ഏതോ ഒരു അരാമ്യ പടയാളി യാദൃശികമായിട്ട് എയ്ത ഒരു അമ്പ് അവന്റെ കവചത്തിലൂടെ തുളച്ചു കയറി. കവചത്തിന്റെ ബലഹീനമായ ഒരു ഭാഗത്ത് കറക്റ്റ് കൊണ്ടു. യുദ്ധം രൂക്ഷമായി. ആഹാബ് രഥത്തിന്റെ ഉള്ളിൽ തന്നെ രക്തം വാർന്നു കിടന്നു. അങ്ങനെ സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു. അവർ അവന്റെ രഥം കഴുകാനായിട്ട് ഒരു പുഴയുടെ അടുത്തെത്തി. ആ സമയത്ത് ഏലിയാവ് പ്രവചിച്ചതുപോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കി. അങ്ങനെ ഇസ്രായേൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം രാജാവായ ആഹാബ് മരിച്ചു. അവന്റെ മകനായ അഹസ്യാവ് സിംഹാസനത്തിലിരുന്നു. അധികം താമസിയാതെ തന്നെ അഹസ്യാവ് തന്റെ അപ്പൻ അമ്മ ചെയ്ത അതേ ദുഷിച്ച പാത പിന്തുടർന്നു. ഒരു ദിവസം ശമര്യയിലെ അവന്റെ കൊട്ടാരത്തിന്റെ മുകളിലത്തെ ജനാലയിൽ നിന്ന് അഹസ്യാവ് താഴെ വീണു. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായി. അവന് ഈ രോഗം മാറുമോ എന്നറിയാനായിട്ട് ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം ഈച്ചയുടെയും രോഗത്തിന്റെയും ദേവനായ ബാൽ സെബൂബിനോട് ആലോചന ചോദിക്കാനായിട്ട് ഫെലിസ്തീയ നഗരമായ എക്രോണിലേക്ക് ദൂതന്മാരെ അയച്ചു. എന്നാൽ ദൈവം ഇത് കണ്ട് ഏലിയാവിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ശമര്യ രാജാവിന്റെ ദൂതന്മാരെ തടഞ്ഞു നിർത്തി അവരോട് എക്രോന്റെ ദൈവമായ ബാൽ സെബൂബിനോട് ആലോചന ചോദിക്കാൻ എന്താ ഇസ്രായേലിൽ ദൈവം ഇല്ലേ എന്ന് ചോദിക്കാനായിട്ട് പറഞ്ഞു. പിന്നെയും കർത്താവ് പറഞ്ഞു, രാജാവ് കിടക്കുന്ന കിടക്കയിൽ നിന്ന് എഴുന്നേക്കില്ല, ഉറപ്പായിട്ടും ആ കിടക്കയിൽ തന്നെ മരിക്കും എന്ന് പറഞ്ഞു.
ഏലിയാവ് ആ വാക്ക് ദൂതന്മാരോട് പറഞ്ഞു. ആ സന്ദേശം പെട്ടെന്ന് കൊട്ടാരത്തിലെത്തി. ഇത് കേട്ട് ഞെട്ടിയ അഹസ്യ രാജാവ് ദൂതന്മാരോട് ചോദിച്ചു, നിങ്ങളോട് ഈ വാക്കുകൾ പറഞ്ഞ ആ മനുഷ്യന്റെ രൂപം എന്താണ് എന്ന്. അവർ പറഞ്ഞു, അയാൾ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അരയിൽ തുകൽ ബെൽറ്റ് കെട്ടിയ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. അത് തിശ്ബിയനായ ഏലിയാവാണെന്ന് അഹസ്യാവിന് മനസ്സിലായി. രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. ഏലിയാവിനെ പിടിക്കാൻ വേണ്ടി അവൻ 50 പടയാളികളെയും ഒരു സേനാനായകനെയും അയച്ചു. ഒരു കുന്നിന്റെ മുകളിൽ ശാന്തമായിട്ടിരിക്കുന്ന പ്രവാചകനെ അവർ കണ്ടു. ദൈവപുരുഷ, ഇറങ്ങി വാ, രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഏലിയാവ് ഇത് കേട്ടിട്ട്, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അത് അപ്പോൾ തന്നെ സംഭവിച്ചു. പെട്ടെന്ന് ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. തീജ്വാല അവരുടെ മേൽ വന്ന് വീണു. തൽക്ഷണം സേനാനായകനെയും അവന്റെ സൈനികരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ശാഠ്യക്കാരനായ അഹസ്യാവ് പിന്നെയും ഒരു സേനാനായകനെയും 50 പട്ടാളക്കാരെയും അയച്ചു. പിന്നെയും അതേപോലെ തന്നെ സംഭവിച്ചു. തീ, ന്യായവിധി, മരണം. എന്നാൽ മൂന്നാമത്തെ സേനാനായകൻ വ്യത്യസ്തനായിരുന്നു. അവൻ വന്ന് ഏലിയാവിനോട് കൽപ്പിച്ചില്ല. അവൻ മുട്ടുകുത്തി കൈ ഉയർത്തി, ദൈവപുരുഷ, എന്റെ ജീവനും നിന്റെ ഈ 50 ദാസന്മാരുടെ ജീവനും നിന്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചു. ഈ സമയം ദൈവം ഏലിയാവിനോട് അവന്റെ കൂടെ പോയിക്കോ, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഏലിയാവ് എഴുന്നേറ്റ് മൂന്നാമത്തെ സംഘത്തിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പോയി. അധികാരത്തോടെ അവൻ അഹസ്യാവിന്റെ കിടക്കയ്ക്ക് മുന്നിൽ നിന്നു. നേരത്തെ പ്രഖ്യാപിച്ച അതേ പ്രവചനം പിന്നെയും ഉറപ്പിച്ചു പറഞ്ഞു. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ഇസ്രായേലിൽ ദൈവമില്ലാത്തതുപോലെ എക്രോണിലെ ദേവനായ ബാൽസബീബിനോട് ആലോചന ചോദിക്കാൻ ദൂതന്മാരെ അയച്ചല്ലോ. അതുകൊണ്ട് നീ കിടക്കുന്ന കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കില്ല, നീ മരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അത് സംഭവിച്ചു. അഹസ്യാവ് പിന്നെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റില്ല. ദൈവിക ന്യായവിധി കാരണം ആഹാബിന്റെ സന്തതിയിലെ അടുത്ത തലമുറ കൂടി വീണു. ഈ സമയത്ത് ഏലിയാവ് മരണം കാണാതെ നിത്യതയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമായിരുന്നു. അവന്റെ ഭൂമിയിലെ ജീവിതം അവസാനിക്കാറായി എന്ന് ഏലിയാവിന് അറിയാമായിരുന്നു. വർഷങ്ങളോളം അവൻ ദൈവത്തിന്റെ കൂടെ നടന്നു. ഭൂമിയിലെ അവന്റെ ജീവിതം അവസാനിച്ചു. ഗിൽഗാലിൽ നിന്ന് ഏലിയാവിന്റെ അവസാന യാത്ര ആരംഭിച്ചു. ഏലിയാവ് അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കും മുന്നേ തന്നെ യാത്ര തുടങ്ങി. അവന്റെ ശിഷ്യനായ ഏലീഷ അവന്റെ കൂടെ തന്നെ നടന്നു. അന്നു മുതൽ അവൻ എല്ലാ ദിവസവും ഏലിയാവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഏലീഷയെ റെസ്റ്റ് എടുക്കാനായിട്ട് ഏലിയാവ് പറഞ്ഞു. പക്ഷെ അവൻ സമ്മതിക്കാതെ ഏലിയാവിന്റെ കൂടെ തന്നെ നടന്നു. അവർ ഗിൽഗാലിലേക്ക് പോകുന്ന സമയത്ത് ഏലിയാവ് അവനോട് പറഞ്ഞു, ഏലീഷ, കർത്താവിനെ ബെഥേലിലേക്ക് പോകാൻ പറഞ്ഞു. അതുകൊണ്ട് നീ ഇവിടെ താമസിച്ച് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു. എന്നാൽ ഏലീഷ നിന്നില്ല. യഹോവയാണേ നിന്നാണേ, ഞാൻ നിന്നെ വിട്ട് പിരിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോയി. ബെഥേലിലുള്ള പ്രവാചക സംഘത്തിന്റെ അടുത്ത് അവരെത്തി. അവർ എലീഷയെ മാറ്റി നിർത്തി പതുക്കെ ചോദിച്ചു, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്നിൽ നിന്ന് എടുക്കാൻ പോകുന്നു, നീ അറിഞ്ഞോ എന്ന്. എലീഷ പറഞ്ഞു, അതെ, എനിക്കറിയാം, നിങ്ങൾ തൽക്കാലം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. അടുത്ത് യാത്ര ചെയ്യാൻ സമയമായി. വീണ്ടും ഏലിയാവ് അവനോട്, ഇവിടെ താമസിച്ച് റെസ്റ്റ് എടുക്കുക, കാരണം കർത്താവ് ഈ പ്രാവശ്യം എന്നെ എരിഹോയിലേക്ക് പോകാൻ പറയുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഏലീഷ കേട്ടില്ല. അവൻ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ അവർ എരിഹോവിലെത്തി. അവിടെയും പ്രവാചകന്മാരുടെ സംഘം ഏലീഷയുടെ അടുത്ത് വന്ന് അതേ കാര്യം ചോദിച്ചു. ഏലീഷ അവരോട് പറഞ്ഞു, അതെ, എനിക്കറിയാം, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന്. അവസാനം അവർ യോർദാൻ നദിയുടെ അടുത്തെത്തി. 50 പ്രവാചകന്മാർ അവരെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഏലിയാവ് തന്റെ മേലങ്കി എടുത്ത് അത് ചുരുട്ടി വെള്ളത്തിലടിച്ചു. വെള്ളം ഉടനെ മോശയുടെ കാലത്തുണ്ടായതുപോലെ 2 ആയി പിളർന്നു. 2 സൈഡിലേക്കും വെള്ളം മാറി. 2 പേരും നദി കടക്കാനായിട്ട് നല്ല ഉണങ്ങിയ നിലം ഉണ്ടായി. ആ സമയത്ത് ഏലിയാവിന് അവന്റെ ഭൂമിയിലെ യാത്ര അവസാനിക്കുകയാണ് എന്ന് അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് എലീഷയുടെ അടുത്ത് ചോദിച്ചു, ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ഒട്ടും മടിക്കാതെ ഏലീഷ ധൈര്യത്തോടെ അസാധ്യമായ ഒരു കാര്യം ചോദിച്ചു. അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഈ ഏലിയാവ് ചെയ്ത കാര്യങ്ങൾക്ക് തന്നെ എത്ര ധൈര്യവും വിശ്വാസവും വേണം എന്ന് അറിയാവുന്ന ഏലിയാവ് അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ ചോദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ എടുക്കപ്പെടുന്ന സമയത്ത് നീ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഇരട്ടി പങ്ക് കിട്ടും എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പിന്നെയും നടന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശം തുറന്ന് ആകാശത്ത് നിന്ന് ഒരു ചുഴലിക്കാറ്റുണ്ടായി. അമാനുഷിക ശക്തിയുടെ കാറ്റ് വീശാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചു. ഒരു അഗ്നിരഥവും അതിനെ കൊണ്ടുപോകാനായിട്ട് കത്തുന്ന കുതിരകളും മുകളിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് വന്നു. ആ ശക്തമായ കാറ്റിൽ ഏലിയാവിനെ തീയിൽ പൊതിഞ്ഞ് മഹത്വത്തിലേക്ക് എടുത്തു. ഏലീഷ ഭയങ്കര വിഷമത്തോടെ നിലവിളിച്ചു. മരണം രുചിക്കാതെ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഏലിയാവിന്റെ മേൽ നിന്ന് വീണ ആ പുതപ്പ് ഏലീഷ എടുത്തു. അതൊരു അടയാളമായിരുന്നു. ഒരു സമയത്ത് സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ ആത്മാവ് ഇപ്പോ അവന്റെ മേൽ ആവസിച്ചതിന്റെ അടയാളം. അവൻ തിരിഞ്ഞ് യോർദാൻ നദിയുടെ അടുത്തേക്ക് വന്നു. നേരത്തെ അവർ ഒരുമിച്ച് മറികടന്ന അതേ നദിയിൽ. വിഷമം കാരണം അവൻ ആ പുതപ്പെടുത്ത് ആ വെള്ളത്തിൽ അടിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഏലിയാവിന്റെ ദൈവം ഇപ്പോ എവിടെ എന്ന്.
യോർദാൻ നദി പിന്നെയും പിളർന്നു. അത് കണ്ടുനിന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ ബഹുമാനിച്ചു. ഏലീഷയെ പിന്നെ അവർ ഒരു ദാസനായി കണ്ടില്ല. ഏലിയാവിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി. പക്ഷേ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവ് ഭൂമിയിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. ഏലിയാവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എന്നാലും അവൻ പ്രവചിച്ച ന്യായവിധി മാറിയില്ല. ആഹാബിനെതിരായ ന്യായവിധിയോ നാബോത്തിന്റെ രക്തമോ ദൈവം മറന്നില്ല. ഇപ്പോ ഏലീഷയുടെ കാലത്താണ് ആ ന്യായവിധി എല്ലാം സംഭവിക്കുന്നത്. ദൈവം നിശ്ചയിച്ച കറക്റ്റ് സമയം വന്നപ്പോൾ ദൈവം ഇസ്രായേൽ സൈന്യത്തിലെ ഒരു സൈന്യാധിപനായ യേഹുവിനെ ഉയർത്തി. അവൻ ഒരു യോദ്ധാവാണ്, ദൃഢനിശ്ചയമുള്ളവനാണ്, ഭയമില്ലാത്തവനാണ്. ഏലീശ പ്രവാചകൻ തന്റെ ശിഷ്യനെ വിളിച്ചിങ്ങനെ പറഞ്ഞു, സൈനികരെല്ലാം താമസിക്കുന്ന ആ പാളയത്തിലേക്ക് പോയി അവിടെ യേഹുവിനെ കുറിച്ച് അന്വേഷിക്കണം. എന്നിട്ട് യേഹുവിന്റെ തലയിൽ തൈലം ഒഴിച്ചിട്ട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ജനമായ ഇസ്രായേലിന്റെ മേൽ ഞാൻ നിന്നെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്തുകൊണ്ട് നീ ആഹാബിന്റെ ഗൃഹത്തെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയണം. ഒരു പുരുഷനും അവശേഷിക്കരുത്. ഇസബേലിന്റെ ശരീരം ഇസ്രായേലിൽ വെച്ച് നായ്ക്കൾ തിന്നുകളയും. ആരും അവളെ അടക്കം ചെയ്യില്ല. എന്നിട്ട് ആ യുവപ്രവാചകൻ ഓടിപ്പോയി. ശേഷം യേഹു തന്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി. അവന്റെ തലയിൽ എണ്ണ തിളങ്ങുന്നത് കണ്ടപ്പോൾ തന്റെ കൂട്ടുകാർ അവനോട് ചോദിച്ചു, ആ ഭ്രാന്തൻ എന്താണ് ചെയ്തത്? അവൻ നിന്നോട് എന്താണ് പറഞ്ഞത് എന്നൊക്കെ. അവൻ എന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞു. ഉടനെ ആ കൂട്ടുകാരെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തരും തന്റെ വസ്ത്രം യേഹുവിന്റെ കാൽ കീഴിൽ വെച്ചു. കാഹളം ഊതി യേഹുവാണ് രാജാവ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ നിമിഷം മുതൽ ഒരു വിപ്ലവം ആരംഭിച്ചു. പെട്ടെന്ന് യേഹു തന്റെ രഥത്തിൽ കയറി ഇസ്രായേലിലേക്ക് പോയി. ആദ്യം യേഹു നേബോത്തിന്റെ വയലിലേക്ക് പോയി. ഇസബേൽ ആ നീതിമാനെ കൊന്നു മോഷ്ടിച്ച അതേ സ്ഥലം. അവിടെ അവൻ ആഹാബിന്റെ രണ്ടാമത്തെ മകനും ഇപ്പോ ഇസ്രായേലിന്റെ രാജാവുമായ യോരാമിനെ കണ്ടു. ഒന്നു നോക്കിയില്ല, യേഹു വില്ലു കൊലച്ച് യോരാമിന്റെ ഹൃദയത്തിലേക്ക് ഒരു അമ്പ് ചെയ്തു. നാബോത്തിന്റെ സ്ഥലത്ത് രാജാവിന്റെ ശരീരം വീണു. അങ്ങനെ യഹോവയുടെ ന്യായവിധി ആരംഭിച്ചു. ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ടായിരുന്നു, ഇസബേൽ. അവൾ ഇസ്രയേലിലെ അവളുടെ കൊട്ടാരത്തിലായിരുന്നു. അവൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ യേഹുവിനെ തന്റെ വശത്താക്കാൻ അവൾ ശ്രമിച്ചു നോക്കി. അവൾ കണ്ണെഴുതി മുടിയെല്ലാം സെറ്റാക്കി യേഹു വരുന്നത് മുകളിലെ ജനാലയിലൂടെ നോക്കി. നിനക്ക് സമാധാനമാണോ, നിന്റെ യജമാനനെ കൊന്നവനെ എന്ന് അവൾ കളിയാക്കി ചോദിച്ചു. യേഹു മുകളിലേക്ക് നോക്കി അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് വിളിച്ചു പറഞ്ഞു, എന്റെ പക്ഷത്താരുണ്ട് എന്ന്. 2-3 ആളുകൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി. അവളെ തള്ളി താഴെ ഇടുവാനായിട്ട് യേഹു പറഞ്ഞു. അങ്ങനെ അവർ അവളെ താഴേക്ക് തള്ളിയിട്ടു. ഇസബേലിന്റെ ശരീരം താഴെ വീണ് നിലത്തിടിച്ച് അവൾ മരിച്ചു. ഇടിച്ച സ്പീഡിൽ രക്തമെല്ലാം ആ മതിലിൽ തെറിച്ചു. കുതിരകളെല്ലാം അവളുടെ പുറത്ത് ചവിട്ടിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ യേഹു അവളെ അടക്കം ചെയ്യാനായിട്ട് ദാസന്മാരോട് കൽപ്പിച്ചു. എന്നാൽ പോയി നോക്കിയപ്പോൾ അവളുടെ ശരീരം അവിടെ ഇല്ലായിരുന്നു. കാലിന്റെ കുറച്ച് കഷ്ണവും കൈപ്പത്തി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഏലിയാവ് പ്രവചിച്ചതുപോലെ നായ്ക്കൾ അവളെ തിന്നുകളഞ്ഞു. അങ്ങനെ യഹോവയുടെ വചനം നിവൃത്തിയായി. ആഹാബിന്റെ കുടുംബക്കാർ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഏകദേശം 70 പേരെ കൊന്നു. ഏലിയാവിന്റെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. നാം വീഴുന്ന സമയത്ത് നമ്മെ കരം പിടിച്ച് ഉയർത്തും എന്നതാണ്. ആ കർത്താവിൽ നമ്മുടെ ഉറപ്പ് ഉണ്ടാകട്ടെ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.